സ്പോർട്സ് പിച്ചിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. അത് മാത്രമല്ല, വളരെ നല്ലൊരു ഫെയർ പ്ലേ ടീംസാണ് രണ്ടുപേരും. ഫെയർ പ്ലേയില് രണ്ടുപേരും മുന്നിലാണ്. പക്ഷെ ഇപ്പോൾ CSK ഒന്നാമതെത്തി. കാരണം തിലക് വർമ്മയും ഓവർട്ടണും തമ്മിൽ ഒന്ന് കൊമ്പ് കോർത്തായിരുന്നു കഴിഞ്ഞ ദിവസം. അഖില ഹുസൈൻ എന്നിട്ട് ആ വിക്കറ്റ് എടുത്തതിന് പ്രതികാരവും വീട്ടി. എന്നിരുന്നാൽ കൂടി ആ തിലക് വർമ്മയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം ഇപ്പോൾ 4-ാം സ്ഥാനത്തേക്ക്, ഫെയർ പ്ലേ അവാർഡിൽ 4-ാം സ്ഥാനത്തേക്ക് മുംബൈ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ 1-ഉം 2-ഉം സ്ഥാനത്തായിരുന്നു CSKയും മുംബൈയും. അപ്പോൾ ഇന്നലെ പക്ഷേ കണ്ട ഏറ്റവും മികച്ചൊരു ഫെയർ പ്ലേ എന്താണെന്ന് വെച്ചാൽ, സഞ്ജു സെഞ്ചുറി അടിച്ചതിന് ശേഷം ആദ്യം തിലക് വർമ്മ വന്ന് അഭിനന്ദിക്കുന്നു, അതിനുശേഷം ബുംറ വന്ന് അഭിനന്ദിക്കുന്നു, അതിനുശേഷം സൂര്യകുമാർ യാദവ്, അതിനുശേഷം ഹാർദിക് പാണ്ഡ്യ, അങ്ങനെ എല്ലാവരും വന്ന് സഞ്ജുവിനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് കടന്നു പോയത്. അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. എൽ ക്ലാസിക്കോ എന്നൊക്കെ പറഞ്ഞ രണ്ട് ബദ്ധശത്രുക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതിനേക്കാൾ രണ്ട് സുഹൃത്തുക്കളുടെ ഏറ്റുമുട്ടലുകളായി മാറുകയാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് CSK പോരാട്ടം. ഇപ്പോൾ ശരിക്കും ശത്രുക്കൾ പോലെ പോരാടുന്നത് ബാംഗ്ലൂരാണ്, RCB ആണ്. RCB ആയിട്ട് വരുമ്പോഴാണ് ആ ഒരു വാശി. കാരണം ഒരു കപ്പടിച്ചതിന് ശേഷം ഇവന്മാരുടെ അഹങ്കാരവും ഇവന്മാരുടെ ഒരു ധാർഷ്ട്യവും സഹിക്കാൻ വയ്യ. അതുകൊണ്ട് ഇവന്മാരായിട്ടാണ് കളിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു വാശി CSKക്ക് ഇപ്പോൾ വരുന്നത്. അത് മുംബൈ ഇന്ത്യൻസിനായാലും RCB ആയിട്ടുള്ള കളി വളരെ പേഴ്സണലാണ്. അതാണ് ഒരു എൽ ക്ലാസിക്കോ എന്നൊന്നും വിളിക്കാൻ പറ്റില്ലെങ്കിലും ഒരു ഇന്ത്യ പാകിസ്ഥാൻ പോലെയൊക്കെയാണ്. പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി എങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ്. ഇപ്പോൾ വളരെ വലിയ വാശിയേറിയ പോരാട്ടമാണ് RCBക്കെതിരെ കളിക്കുമ്പോൾ, CSKക്കും അതുപോലെ തന്നെ മുംബൈക്കും. പക്ഷേ മുംബൈ ഇന്ത്യൻസ് CSK പോരാട്ടം അതൊരു സൗഹൃദ മത്സരമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് ഈ IPL മുതൽ വളരെ നല്ല സുഹൃത്തുക്കളായി CSKയും മുംബൈ ഇന്ത്യൻസും മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? 5-5 കിരീടം വീതം നേടി ഈ ഒരു ടൂർണമെന്റിന്റെ തന്നെ മികച്ച രണ്ട് ടീമുകളാണ് CSKയും മുംബൈ ഇന്ത്യൻസും. പക്ഷെ ഇവർ രണ്ടുപേരും ഇപ്പോൾ മികച്ച സുഹൃത്തുക്കളാണ്. അവരുടെ രണ്ടുപേരുടെയും ഈക്വൽ ആയിട്ടുള്ള ഒരു ബദ്ധശത്രു, അല്ലെങ്കിൽ അവരെ ബദ്ധശത്രുവായി കണ്ട് ഭയങ്കരമായ ധാർഷ്ട്യവും അഹങ്കാരവും കാണിക്കുന്നത് RCB ആണ്. അതുകൊണ്ട് RCB ആയിട്ടുള്ള മാച്ചായിരിക്കും കുറെ കൂടി ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി കളിക്കുക. എന്നിരുന്നാലും സഞ്ജു സാംസൺ ഇന്നലെ ഒരുപാട് റെക്കോർഡുകൾ തികച്ചു. CSKക്ക് വേണ്ടി 2 സെഞ്ചുറി നേടുന്ന ബാറ്റർ, വിക്കറ്റ് കീപ്പർ, ആദ്യത്തെ വിക്കറ്റ് കീപ്പർ ബാറ്റർ. ആദ്യത്തെ സെഞ്ചുറിയും സഞ്ജു സാംസൺ ആ റെക്കോർഡ് കൂടി തന്നെയാണ്. കാരണം CSKക്ക് വേണ്ടി സെഞ്ചുറി അടിച്ച ഒരു വിക്കറ്റ് കീപ്പർ പോലും ഇല്ലായിരുന്നു. ധോണി പോലും സെഞ്ചുറി അടിച്ചിട്ടില്ല. അത് പിന്നെ ധോണിയുടെ പൊസിഷൻ അങ്ങനെ താഴെയായതുകൊണ്ടാണെന്ന് പറയാം. ഇപ്പോൾ സഞ്ജു സാംസണിലുള്ള വിശ്വാസം CSKക്ക് വളരെ വലുതായിരിക്കുകയാണ്. CSK അങ്ങനെ ആരും ട്രേഡ് ചെയ്യാറില്ല. അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ട്രേഡായി മാറിയിരിക്കുകയാണ് സഞ്ജു സാംസണെ CSK ട്രേഡ് ചെയ്ത് എടുത്തത്. ആദ്യം കുറെ പേര് ജഡേജയെ മാറ്റി, സാം കറിനെ മാറ്റി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സഞ്ജുവിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്.